വരുന്നു പ്രതിരോധ മേഖലയിൽ വമ്പൻ കുതിപ്പ്. 2026 ഇന്ത്യയുടെ ചടുല നീക്കമാണ് വരാനിരിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുക എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാശ് ചിലവാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം ഫണ്ട് വിനിയോഗിക്കുന്നത് വളരെ കൃത്യമായ രീതിയിലാണെന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യവുമാണ്. ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഫെബ്രുവരി 1 നമ്മുടെ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരണം നടക്കുക. നമ്മുടെ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി നല്ല രീതിയിലുള്ള നീക്കിവയ്പ് ഉണ്ടാകുമെന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്കുള്ളതുപോലെ തന്നെ ഇന്ത്യൻ കരസേനാ മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ അനുവദിച്ച 33,000 കോടി സൈന്യം ഇതിനോടകം തന്നെ വിനിയോഗിച്ച് കഴിഞ്ഞു എന്നതാണ്. 50,000 കോടി രൂപയുടെ ചെലവുകളിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുകൂടാതെ ഇതിനോടകം തന്നെ 80,000 കോടി രൂപയുടെ വമ്പൻ കരാറുകളിലും നമ്മുടെ രാജ്യം ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 80,000 കോടി രൂപയുടേത് എന്തിന്റെ കരാറാണ്? ഇത് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകൾക്കായുള്ള ഒരു നിർണായക കരാറാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോളിസി എന്തെന്നാൽ നമ്മുടെ സൈന്യത്തിന് വേണ്ട അത്യാധുനിക സജ്ജീകരണങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവയൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏറ്റെടുക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുമെന്നതാണ്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച ചില പ്രതിരോധ റോക്കറ്റ് മിസൈൽ സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്വം സൃഷ്ടിക്കുന്നതിനുള്ള ഉജ്ജ്വലമായ നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം എന്ന വലിയ സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴുള്ള അത്യുജ്വലമായ ഈ ഒരു നീക്കം നടത്താൻ ഒരുങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം സേനകൾക്കുള്ളിൽ പല ഗ്രൂപ്പുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ പരിശോധിക്കാം. രുദ്ര ബ്രിഗേഡ്, ഭൈരവ് ബറ്റാലിയൻ, ശക്തിബാൻ യൂണിറ്റുകൾ, ആഷ്നി പ്ലാറ്റൂണുകൾ തുടങ്ങിയ പുതിയ യൂണിറ്റുകൾക്കാണ് നമ്മുടെ സൈന്യം തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ ഗ്രൂപ്പുകൾ? തീവ്രത കൂടിയ ഓപ്പറേഷനുകൾക്ക് വേണ്ടിയാണ് ഇതുപോലെയുള്ള യൂണിറ്റുകളെ സൈന്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതെ, ഈ പുതുവർഷത്തിൽ നമ്മുടെ രാജ്യം ഉയർച്ചയുടെ കൊടുമുടി കയറാൻ ഒരുങ്ങുകയാണ്. ഇക്കാര്യം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ രാജ്യം ഫ്രാൻസുമായി ഒരു വമ്പൻ കരാർ ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വലിയ വാർത്ത പുറത്തു വരുന്നു. വമ്പൻ കരാർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിന്റെ മൂല്യമെന്നറിയാമോ? 3.25 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ബ്രഹ്മാണ്ഡ കരാറിനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത്. ഈ ആഭ്യന്തര കരാറിന് കീഴിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇതിൽ ആകെ മൊത്തം 114 റഫാൽ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന് വേണം. ഈ 114 യുദ്ധവിമാനങ്ങളിൽ 18 എണ്ണം ഫ്രാൻസിൽ നിന്നും വരും എന്നതാണ്. ബാക്കിയുള്ള 96 യുദ്ധവിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ തന്നെ നിർമ്മിക്കണം എന്നതാണ് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട വാർത്ത. നേരത്തെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രാദേശിക ഉള്ളടക്കം എന്നത് 30% മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 60 മുതൽ 80% വരെയായി ഉയർത്തിയിട്ടുണ്ടെന്ന വലിയ നേട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ഫ്യൂസ്ലേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അറിയാത്തവർക്കായി പറഞ്ഞു തരാം. വിമാനത്തിന്റെ മധ്യഭാഗത്തെ കമ്പാർട്ട്മെന്റിനെയാണ് ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസ്ലേജ് ഉൾപ്പെടെയുള്ള പ്രധാന ഉൽപാദന ഘടകങ്ങൾ ഹൈദരാബാദിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് പോലെയുള്ള സൗകര്യങ്ങളിലേക്ക് മാറ്റും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള റഫാൽ യുദ്ധവിമാന ഘടകങ്ങൾ ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്, അതും നമ്മുടെ ഇന്ത്യയിൽ.